ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത്രയും ഗൗരവമായിട്ട് പൂജയെ കാണുന്ന ഒരാള് മമ്മിയെ കണ്ടപ്പോഴേക്കും അതൊക്കെ മറന്നോ? മറന്നുപോയി എന്നുള്ളത് സത്യമാണ് സാറേ. നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ ഉള്ള മാഡത്തിന്റെ വേഷമാണോ ഇത്? നോക്കിയേ. അയ്യോ വരുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്. ഞാൻ പറഞ്ഞ കാര്യമൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അച്ഛനോടൊന്നും പറയില്ല കേട്ടോ. കുഴപ്പമുണ്ടോ? പറഞ്ഞത് ശരിയാ കേട്ടോ അമ്മേ. എന്ത് പറഞ്ഞു ശരിയായിരുന്നു? നിങ്ങൾ രണ്ടുപേരും കൂടി എന്താ എന്നെ ഒരു പ്രത്യേക രീതിയിൽ നോക്കുന്നത്? അമ്മ പറയായിരുന്നേ, അച്ഛന് ഈ അടുത്തായിട്ട് തടി കുറച്ച് കൂടുന്നുണ്ട്, വയറും വെച്ചു. എവിടെ? ഞാൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കല്ലേ? എന്റെ അച്ഛ, പല പല വലിയ രോഗങ്ങളുടെ ലക്ഷണം ശരീരം ഇങ്ങനെ തടിക്കുന്നതാ, അതറിയോ? ഉദയേട്ടാ, മേലനങ്ങി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറില്ലേ? നിങ്ങളത് കേൾക്കാറുണ്ടോ? ഈ ഭക്ഷണം കഴിക്കലും മുറിയിലിരിക്കലും അല്ലാതെ വേറെ നിങ്ങൾക്ക് എന്താ ഒരു ജോലി? അങ്ങനെ പറയരുത് നിർമ്മലേ. ഒന്നുമില്ലെങ്കിലും നിന്നെയും നിന്റെ മോളെ ഞാൻ സഹിക്കുന്നില്ല. അത് തന്നെ ഒരു മനുഷ്യജന്മത്തിന് ധാരാളമല്ലേ? അച്ഛനെ ഈ ബോഡിയൊക്കെ നന്നായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. അച്ഛന് ജിമ്മിൽ പോയിക്കൂടെ? അയ്യോ ഉദയേട്ടാ, ജിമ്മിലൊന്നും പോണ്ട. പക്ഷെ എക്സസൈസ് ചെയ്യണം. ഒരു കാര്യം ചെയ്യ്, ഉദയേട്ടൻ ഇന്ന് തന്നെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തോ. ഇന്ന് എക്സസൈസ് തുടങ്ങാൻ പറ്റിയ ദിവസം. അച്ഛൻ തുടങ്ങി. നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് എന്നെ നടുക്കിൽ നിർത്തി എന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ എനിക്ക് എന്റെ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയണ്ടേ? അതെ ഉദയേട്ടാ, ഉദയേട്ടനെ കാണാൻ നല്ല ഭംഗിയില്ലേ? ഈ ശരീരം കൂടുന്ന മെച്ചപ്പെടുത്തിയാലുണ്ടല്ലോ ഈ സിനിമാ നടന്മാരുടെ ലുക്കാ അല്ലേടി? പിന്നല്ലാതെ. അച്ഛൻ പോയിട്ട് എക്സസൈസ് ചെയ്യിച്ച ബോഡിയൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. ചെല്ലു ഉദയേട്ടാ, അവിടെ നമ്മുടെ ഗാർഡനിൽ പോയി നിന്നോ. ചെയ്യാൻ ചെയ്യാം. നാളെ മുതൽ വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അയ്യോ അതെ, ഈ നാളെ മുതൽ എന്ന് പറഞ്ഞ ആ കാര്യം പിന്നെ നടക്കില്ലെന്ന് ഉറപ്പാ. അതുകൊണ്ടേ ഉദയേട്ടനെ ഇപ്പൊ തന്നെ തുടങ്ങിക്കോ. മോളെ, ഇന്ന് തന്നെ വേണോടി? അച്ഛൻ ചെല്ലുന്നുണ്ടോ? ഇങ്ങനെ ഭർത്താവിന്റെ ആരോഗ്യം ശ്രദ്ധിക്കുന്ന ഒരു ഭാര്യയെ കിട്ടിയത് ഭാഗ്യാണെന്ന് കരുതിയാ മതി. എക്സർസൈസ് എങ്കിൽ എക്സർസൈസ്. ഇനിയിപ്പോ അത് ചെയ്തില്ല എന്ന് വേണ്ട, ഇപ്പൊ തന്നെ തുടങ്ങിയേക്കാം. ആ ഗാദിയോട് ഇപ്പൊ വലിയ സഹതാപാ നിന്റെ അച്ഛന്. കൂടെ നിന്ന് കഴിഞ്ഞ അങ്ങേര് കുളമാക്കും. ഇത് കുഴപ്പമില്ല, ശരീരത്തിനെങ്കിലും ഗുണം ഉണ്ടാവൂലോ. എന്റെ ദൈവമേ, പണിയൊന്നും എടുക്കാതെ ഭാര്യ വീട്ടിൽ കിടക്കണമെങ്കിൽ ഇതുപോലെ എന്തെല്ലാം ചെയ്യണം? ഈ ഒരവസ്ഥ ഈ ലോകത്ത് ആർക്കും വരുത്തല്ല എന്റെ ദൈവമേ. എടിയും നിർമ്മലേ,
അത്രയ്ക്ക് അങ്ങ് ചിരിക്കുകയൊന്നും വേണ്ട. ഞാൻ ഇന്ന് എക്സസൈസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു 3-4 ദിവസം കഴിയുമ്പോ ഞാൻ അതിനൊരു കലക്കും. നീ കണ്ടോ? സൂക്ഷിച്ചേ, കയ്യിനും കാലിനും എന്തേലൊക്കെ പറ്റിയാ കിടന്ന കിടപ്പായി പോവും. അങ്ങനെ പറയല്ലേടി മോളെ. നിന്നോട് യോഗ പഠിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോ നീ ഇല്ലാന്ന് പറഞ്ഞു. ഒരു യോഗയും പഠിക്കാത്ത നിനക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ പ്രാക്ടീസ് ചെയ്താലേ ഉദയൻ എവിടെ എത്തുമെന്ന് നിനക്ക് അറിയാവോ? വേണമെങ്കിൽ ഞാൻ എന്റെ 1-2 ശക്തമായ അഭ്യാസമുറകൾ നിനക്ക് കാണിച്ചു തരാം. വേണോ? തൽക്കാലം അഭ്യാസമുറകളൊന്നും കണ്ടു നിൽക്കാൻ എനിക്ക് സമയമില്ല. പൂജയുടെ സമയായി, ഞാൻ പിന്നെ കണ്ടാ പോരെ? നിനക്ക് എന്റെ അഭ്യാസ പ്രകടനങ്ങൾ കാണാൻ ഭാഗ്യമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ചെല് നീ പോയി പൂജയും തേവാരമായിട്ട് നടന്നോ. ഞാൻ എന്റെ അഭ്യാസ പ്രകടനം മെച്ചപ്പെടുത്താൻ പറ്റൂ. ഇന്നെന്തായാലും ഇത് ചെയ്ത് റെഡിയാക്കിയിട്ടല്ലാതെ വീടിനകത്ത് കയറുന്ന പ്രശ്നമില്ല. മനസ്സിലായോ? ആയിക്കോട്ടെ, അപ്പൊ ഇന്ന് വീടിനകത്തേക്ക് വരുന്നില്ല എന്ന് അമ്മയോട് പറഞ്ഞേക്കാം. അപ്പൊ ഇതിനും എന്റെ കാര്യത്തിൽ നിനക്കൊരു വലിയ തമാശ. കഥ വാട്ട് ഹാപ്പൻഡ്? താനെന്താ വല്ലാതിരിക്കുന്നേ? നത്തിങ് നവീൻ, ഐ ആം ഓക്കേ. എന്റെ സാറേ, മാഡത്തിന് സമ്മതിക്കണം കേട്ടോ. മമ്മിയെ കാണാൻ വന്നോടെ മാഡം ഇംഗ്ലീഷ് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ കളരിക്കിലേക്ക് ചെന്നാലോ ഒരു ഇംഗ്ലീഷ് വാക്കുപോലും മാഡത്തിന്റെ വായിന്ന് വരില്ല. ഇതെങ്ങനെയാ മാഡം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നേ? മാണിക്കുഞ്ഞ് പറഞ്ഞത് ശരിയാണല്ലോ. അത് അവിടെ അമ്മയും മോളും കൂടി ഇംഗ്ലീഷ് അല്ലേ സംസാരിക്കുന്നത്, അതുകൊണ്ടാ നവീൻ. ശരി, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇത്രയും ഗൗരവമായിട്ട് പൂജയെ കാണുന്ന ഒരാള് മമ്മിയെ കണ്ടപ്പോഴേക്കും അതൊക്കെ മറന്നോ? മറന്നുപോയി എന്നുള്ളത് സത്യമാണ് സാറേ. നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നപ്പോ ഉള്ള മാഡത്തിന്റെ വേഷമാണോ ഇത്? നോക്കിയേ.